നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ ആശയക്കുഴപ്പത്തിലായി വിപണി. താരിഫ് ചർച്ച പുനരാരംഭിക്കുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇറാനുമായുള്ള വ്യാപാര ബന്ധം തടയാനുള്ള ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ആശങ്കയിലായി കയറ്റുമതി മേഖല. ചബഹാർ തുറമുഖം വഴിയുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാന നീക്കങ്ങൾ പ്രതിസന്ധിയിലേക്ക്. വീണ്ടും അതിർത്തി തർക്കത്തിലേക്ക് ഇന്ത്യയും ചൈനയും. ഇന്ത്യ US സഖ്യം ശക്തമാവുന്നതിന് പിന്നാലെയുള്ള ചൈനീസ് പ്രകോപനം വ്യാപാര മേഖലയെയും വിപണിയെയും ബാധിക്കാൻ സാധ്യത. കമ്മോഡിറ്റി മാർക്കറ്റിൽ തിരുത്തൽ ഉടനുണ്ടാവുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ. ചെമ്പ് ഉൾപ്പെടെയുള്ള വ്യവസായ ലോഹങ്ങൾക്ക് നേട്ടമാകുമെന്നും റിപ്പോർട്ട്. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തില്ലെന്ന് ക്രിസിൽ. ആഗോള എണ്ണവിലയെ ബാധിക്കില്ലെന്നും വിലയിരുത്തൽ. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 250 പോയിന്റ് താഴ്ന്ന് 83,627 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 57 പോയിന്റ് താഴ്ന്ന് 25,732 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാലാണ് ചേരുന്നത്. ജാസ്മിൻ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയാണ് ഏറ്റവും അധികം മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. അതിനകത്ത് നിഫ്റ്റി 50യുടെ ഒരു മൂവ്മെന്റ് ഇന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇന്നൊരു എക്സ്പയറി ഡേ ആയിരുന്നു നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം. ക്ലോസിംഗിലേക്ക് വരുന്ന സമയത്ത് 25,700 എന്നുള്ളൊരു നിലവാരത്തിൽ ക്ലോസിംഗ് എടുത്തിരിക്കുകയാണ്. ഒരു 50-ലധികം പോയിന്റുകളുടെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി 50 സ്വീകരിച്ചിരിക്കുന്നത്. അഗൈൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 128 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി പോസിറ്റിവിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഏതാണ്ട് ഒരു 0.5% മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്വീകരിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഇന്നത്തെ ഹൈ 25,899 ആണ്. അപ്പോഴും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വീണ്ടും 25,700 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ട് ക്ലോസിംഗ് സ്വീകരിക്കുന്ന ഒരു നിഫ്റ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്ന ഒരു സെൽ ഓഫിന് ശേഷം ഒരു പോസിറ്റീവ് മൊമെന്റം ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവിടെ നിന്നും വീണ്ടും ഒരു ഉയർച്ച നമ്മൾ പ്രതീക്ഷിച്ചെടുത്തു നിന്നുമാണ്. പ്രത്യേകിച്ച് ഇറാൻ മേൽ 25% താരിഫ് വരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ US ട്രേഡ് ഡീലിന്റെ ഒരു ടോക്കുകൾ നടക്കുന്നു എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു വ്യൂസ് തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. 5 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്നലെ വ്യാപാരം നന്നായി നടന്നിരുന്ന സെൻസെക്സ് ഇന്ന് വീണ്ടും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാലാണ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ ആശയക്കുഴപ്പത്തിലായി വിപണി. താരിഫ് ചർച്ച പുനരാരംഭിക്കുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ഇന്ന് വ്യാപാര ചർച്ചകൾ നടക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം അത് തള്ളിക്കളഞ്ഞു. ഈ ആഴ്ച ഔദ്യോഗികമായ ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇത് നിക്ഷേപകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ വിപണിയെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒപ്പിടേണ്ടിയിരുന്ന വ്യാപാര കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് വിളിക്കാത്തതിനാൽ മുടങ്ങിപ്പോയി എന്നായിരുന്നു ലുട്നിക്കിന്റെ അവകാശവാദം. ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയി കഴിഞ്ഞു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ചർച്ചകൾ പഴയപടിയിലേക്ക് വരാൻ പ്രയാസമായിരിക്കുമെന്ന സൂചനയാണ് നൽകിയത്. പിന്നാലെ ഡൽഹിയിലെത്തിയ ഗോറിന്റെ പരാമർശമാണ് വിപണിക്ക് പ്രതീക്ഷ നൽകിയത്. അതേസമയം വ്യാപാര കരാറിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഏപ്രിൽ-നവംബർ കാലയളവിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ 11.4% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ ഉപരോധങ്ങൾ വന്നാൽ ഇത് നിലനിർത്താൻ പ്രയാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാനുമായുള്ള വ്യാപാര ബന്ധം തടയാനുള്ള ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ആശങ്കയിലായി കയറ്റുമതി മേഖല. ചബഹാർ തുറമുഖം വഴിയുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാന നീക്കങ്ങൾ പ്രതിസന്ധിയിലേക്ക്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക 25% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ താക്കീത്.
ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ട്രംപിന്റെ ഈ കടുത്ത നീക്കം. വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് അന്തിമവും നിർണായകവുമായ ഉത്തരവ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത വെല്ലുവിളിയാണ്. നിലവിൽ തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ 50% നികുതി അമേരിക്ക ചുമത്തുന്നുണ്ട്. ഇതിനു പുറമെ പുതിയ 25% താരിഫ് കൂടി ചേരുന്നതോടെ ഇന്ത്യയുടെ താരിഫ് 75%ത്തിലേക്ക് ഉയർന്നേൽക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഫാർമ മേഖലകളെ തളർത്തും. ഇറാൻ ഇന്ത്യയുടെ പ്രധാന 5 വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. ബസുമതി അരി, ചായ, പഞ്ചസാര, മരുന്നുകൾ, മെത്തനോൾ, കെമിക്കലുകൾ, ഉണക്കപ്പഴങ്ങൾ എന്നിവയാണ് പ്രധാന കയറ്റുമതികൾ. പേയ്മെന്റ് തടസ്സങ്ങളും നികുതി വർധനയും ഈ മേഖലയിലെ കർഷകരെയും കയറ്റുമതിക്കാരെയും പ്രതികൂലമായി ബാധിക്കും. ഇറാനിൽ വികസിപ്പിക്കുന്ന ചാബഹാർ തുറമുഖം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രൊജക്റ്റാണ്. മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ തുറമുഖത്തിന് മുൻപ് അമേരിക്ക ഇളവുകൾ നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പുതിയ ബ്ലാങ്കറ്റ് താരിഫ് പ്രഖ്യാപനം ഈ പ്രൊജക്ടിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആക്കുന്നു. ഇന്ത്യ ഈ താരിഫിൽ നിന്ന് ഇളവ് നേടുമോ അതോ ഇറാനുമായുള്ള ബന്ധം പുനഃക്രമീകരിക്കുമോ എന്നത് നിർണായകമാവും. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വിപണിയുടെ ഗതി നിശ്ചയിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീണ്ടും അതിർത്തി തർക്കത്തിലേക്ക് ഇന്ത്യയും ചൈനയും. ഇന്ത്യ-US സഖ്യം ശക്തമാകുന്നതിന്റെ പിന്നാലെ ചൈനീസ് പ്രകോപനം വ്യാപാര മേഖലയെയും വിപണിയെയും ബാധിക്കാൻ സാധ്യത. ഷക്സ്കാം താഴ്വരയെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കമാണ് പുതിയ തലത്തിലേക്ക് എത്തിയത്. ഈ പ്രദേശം പൂർണ്ണമായും ചൈനയുടേതാണെന്നും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ദശകോടികളുടെ നിക്ഷേപം നടപ്പിലാക്കുന്ന ചൈന-പാക് സാമ്പത്തിക ഇടനാഴിയുടെ സുരക്ഷയും ഭാവിയും നിർണ്ണയിക്കുന്ന വലിയൊരു നീക്കമാണ്. ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന 5180 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഷക്സ്കാം താഴ്വര 1963 വിവാദപരമായ ഒരു കരാറിലൂടെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ചൈനയ്ക്ക് കൈമാറിയതാണ്. ഇന്ത്യ ഈ കരാർ അംഗീകരിച്ചിട്ടില്ല. നിലവിൽ ഈ മേഖലയിൽ ചൈന വൻതോതിലുള്ള സൈനിക റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുകയാണ്. സിയാച്ചിൻ ഗ്ലേസിയറിന് തൊട്ടടുത്ത് ചൈന നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ പ്രദേശം പൂർണ്ണമായും ചൈനയുടേതാണെന്ന ധിക്കാരപരമായ മറുപടി ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് നൽകിയത്. ഈ നയതന്ത്ര സംഘർഷം കേവലം രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്നില്ല. ഇത് വ്യാപാര മേഖലയെയും വിപണിയെയും ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ CPEC ഇന്ത്യയുടെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെതിരെയുള്ള ഇന്ത്യയുടെ ഓരോ നീക്കവും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചേക്കാം. ട്രംപ് ഭരണകൂടം ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമേൽ കടുത്ത താരിഫുകൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷം ഏഷ്യയിലെ 2 വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകളെ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. ലഡാക്കിനും ജമ്മു കാശ്മീരിനും സമീപത്തുള്ള ഇത്തരം വിദേശ നിർമ്മാണങ്ങൾ ഭാരതത്തിന് പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇത് രാജ്യത്തിന്റെ ധനനയങ്ങളെയും വികസന ബജറ്റുകളെയും സ്വാധീനിക്കും. ഇന്ത്യ-US ഐക്യം കരുത്താർജിക്കുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്മോഡിറ്റി മാർക്കറ്റിൽ തിരുത്തൽ ഉടനുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ. ചെമ്പ് ഉൾപ്പെടെയുള്ള വ്യവസായ ലോഹങ്ങൾക്ക് നേട്ടമാകുമെന്നും റിപ്പോർട്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ വലിയൊരു മാറ്റത്തിന് 2026 സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന സൂചനയുമായി പ്രമുഖ അനലിസ്റ്റ് അജയ് കേഡിയ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വർണത്തിലും വെള്ളിയിലും കഴിഞ്ഞ വർഷം കണ്ട വൻ കുതിപ്പിന് ശേഷം വിപണിയിൽ ഇപ്പോൾ ഒരു തിരുത്തൽ പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതേസമയം ചെമ്പ് ഉൾപ്പെടെയുള്ള വ്യവസായ ലോഹങ്ങൾക്ക് ഇത് മികച്ച കാലമായിരിക്കും. സ്വർണത്തിന്റെ തിരുത്തലിന് കാരണമാകുന്നത് ബ്ലൂംബർഗ് കമ്മോഡിറ്റിയുടെ ഇൻഡെക്സ് റീബാലൻസിംഗ് ആണ്. നിക്ഷേപക പോർട്ട്ഫോളിയോ വർഷാവർഷം പുനഃക്രമീകരിക്കുന്ന രീതിയാണ് ബ്ലൂംബർഗ് കമ്മോഡിറ്റി ഇൻഡെക്സ് റീബാലൻസിംഗ്. തങ്ങളുടെ 2025 സ്വർണത്തിന്റെ 80%, വെള്ളി 180% ലാഭം നൽകിയതിനാൽ ഇൻഡെക്സിലെ ഇവയുടെ വിഹിതം നിശ്ചിത പരിധി കടന്നു. ഇത് ക്രമീകരിക്കുന്നതിനായി ഏകദേശം $7 ബില്യൺ സ്വർണവും വെള്ളിയും വിറ്റഴിക്കാൻ ഫണ്ടുകൾ നിർബന്ധിതരാകും. ഈ ഫോഴ്സ്ഡ് സെല്ലിംഗ് വിലയിൽ താൽക്കാലിക ഇടിവുണ്ടാക്കും. സ്വർണത്തിന്റെ ദീർഘകാല സാധ്യതകൾ പോസിറ്റീവാണെങ്കിലും നിലവിലെ ഉയർന്ന നിരക്കിൽ നിന്ന് 20 മുതൽ 22% വരെ തിരുത്തൽ അജയ് കേഡിയ പ്രതീക്ഷിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം $4,380 വെള്ളി $72 താഴാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ വിപണിയിൽ വെള്ളി കിലോയ്ക്ക് 1,60,000 രൂപ മുതൽ 1,70,000 രൂപ വരെയുള്ള നിരക്കിലേക്ക് കുറഞ്ഞേക്കാമെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം അജയ് കേഡിയുടെയും എൻറിച്ച് മണി CEO പൊന്മുടിയുടെയും നിരീക്ഷണപ്രകാരം സ്വർണത്തിന് 1,38,000 മുതൽ 1,40,000 എന്ന നിലവാരമാണ് മികച്ച ബൈ ഓൺ ഡിപ് സോൺ.
ചെറിയ വിലക്കുറവുകൾ ഉണ്ടാകുമ്പോൾ വാങ്ങുന്നത് ദീർഘകാലത്തേക്ക് ഗുണകരമാവുമെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തില്ലെന്ന് ക്രിസിൽ. ആഗോള എണ്ണവിലയെ ബാധിക്കില്ലെന്നും വിലയിരുത്തൽ. വെനസ്വേലയിലെ സമീപകാല സംഭവവികാസങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലെന്ന് ക്രിസിൽ റേറ്റിംഗുകൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം കൈവശം വച്ചിരിക്കുന്ന രാജ്യമാണെങ്കിൽ കൂടി വെനസ്വേലയ്ക്ക് ആഗോള എണ്ണ വിതരണത്തിൽ കാര്യമായ പങ്കില്ല. ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1.5% മാത്രമേ വെനസ്വേലയ്ക്കുള്ളൂ എന്നതിനാൽ ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന ആഘാതം പരിമിതമായിരിക്കുമെന്നാണ് ക്രിസിൽ റേറ്റിംഗുകൾ പറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില സമീപ ദിവസങ്ങളിൽ വലിയ തോതിൽ സ്ഥിരത പുലർത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല. വെനസ്വേലയുമായുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള വ്യാപാര സമ്പർക്കം വളരെ കുറവാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 0.25% താഴെയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 14,000 കോടി രൂപയുടെ ഇറക്കുമതിയാണ് ഉണ്ടായത്. ഇതിൽ 90%-ലധികവും അസംസ്കൃത എണ്ണയാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ആവശ്യകതയുടെ ഏകദേശം 1% വെനസ്വേല നൽകുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ വെനസ്വേലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 2,000 കോടി രൂപയിൽ താഴെയായിരുന്നു. ഇത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 0.1% താഴെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,065 രൂപയും പവന് 1,04,520 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപ കൂടി 10,740 രൂപയായി. വെള്ളിവിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 5 രൂപ ഉയർന്ന് 275 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ-US വ്യാപാര ചർച്ചയിൽ ആശയക്കുഴപ്പത്തിലായി വിപണി. താരിഫ് ചർച്ച പുനരാരംഭിക്കുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇറാനുമായുള്ള വ്യാപാര ബന്ധം തടയാനുള്ള ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ആശങ്കയിലായി കയറ്റുമതി മേഖല. ചബഹാർ തുറമുഖം വഴിയുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാന നീക്കങ്ങൾ പ്രതിസന്ധിയിലേക്ക്. വീണ്ടും അതിർത്തി തർക്കത്തിലേക്ക് ഇന്ത്യയും ചൈനയും. ഇന്ത്യ-US സഖ്യം ശക്തമാവുന്നതിന് പിന്നാലെയുള്ള ചൈനീസ് പ്രകോപനം വ്യാപാര മേഖലയെയും വിപണിയെയും ബാധിക്കാൻ സാധ്യത. കമ്മോഡിറ്റി മാർക്കറ്റിൽ തിരുത്തൽ ഉടനുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ. ചെമ്പ് ഉൾപ്പെടെയുള്ള വ്യവസായ ലോഹങ്ങൾക്ക് നേട്ടമാകുമെന്നും റിപ്പോർട്ട്. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തില്ലെന്ന് ക്രിസിൽ. ആഗോള എണ്ണവിലയെ ബാധിക്കില്ലെന്നും വിലയിരുത്തൽ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.